ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ
ദിയക്കുട്ടാ, എന്തോ സ്വരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പാടിയോ? പാടിയോ തോന്നണ ചോദിക്കാം നമുക്ക്. അനുചേച്ചി ഉഗ്രനായിരുന്നു കേട്ടോ, അടിപൊളി പാട്ട്, അതിമനോഹരമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു. നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി പ്രത്യേകിച്ച് ലാസ്റ്റ് പല്ലവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ പല്ലവി ഒന്ന് സെറ്റിലായിക്കൊണ്ട് അങ്ങനെ വരുന്നു. പിന്നെ അനുപല്ലവി നല്ലോണം പാടി. അനുപല്ലവിയിൽ എനിക്ക് അന്നാരെ കണ്ണൻ അതല്ലേ ആ ഒരു ആ സ്ഥലത്തിൽ മാത്രമേ എനിക്കൊരു ശ്രുതിൻ്റെ കുറച്ച് പ്രശ്നം തോന്നി. ഒന്ന് എനിക്ക് ആ ലൈന് പാടിത്തരാവോ? തിന്നലറിയാതെ അണ്ണാറ കണ്ണനറിയാതെ. അത് കുറച്ചുകൂടി കറക്റ്റായി വരാലോ? അണ്ണാറ കണ്ണനറിയാതെ. ഓക്കെ, നേരത്തെ പാടിയപ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രുതി അവിടെ ഇപ്പോഴും ഒരു ലൈറ്റ് പ്രശ്നമുണ്ട്, അത് മാത്രം. ബിക്കോസ് പല സ്ഥലങ്ങളിൽ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ചിത്ര ചേച്ചി പറയണ്ട, പിന്നെ രവീന്ദ്ര മാഷിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ അല്ലേ, ഇറ്റ് ഈസ് മാജിക്കൽ. ചിത്ര ചേച്ചീൻ്റെ ചില ആ ഒരു ഫീലല്ലേ, അത് ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നി മോളിൻ്റെ ഒരു സ്വന്തം ഒരു ഫീൽ ഉണ്ടായിരുന്നു ചില സംഗതികളിൽ. അത് മനോഹരമായിരുന്നു കേട്ടോ. താങ്ക് യു. ഈ സ്വരം പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സംഗതികൾ ഫാസ്റ്റായിട്ട് വരുമ്പം നമ്മൾ സ്വരത്തിൽ ഇത് പാടുമ്പം അതിൻ്റെ ടെമ്പോ നമ്മൾ കറക്റ്റായിട്ട് അനുസരിച്ച് പാടണം, അല്ലെങ്കിൽ അതൊരു കുറച്ചൊന്ന് അത് ഫന്നി ആയിട്ട് തോന്നും ചില മുഴച്ചു നിൽക്കും മോളെ, അത് മാത്രം. ഈ സംഗതി വരുന്ന എന്തെങ്കിലും ഒരു ലൈൻ ചരണത്തിൽ അത് സ്വരം പാടിയിട്ട് അതിൻ്റെ വാക്കൊന്ന് പാടാമോ? അല്ലെങ്കിൽ വാക്ക് പാടിയിട്ട് അതിൻ്റെ സ്വരം പാടിക്കോ? മേലേ വാരത്തെ പൂവാലിപ്പയ്യ. ഇപ്പൊ അങ്ങനെ അത് സംഗതി എന്തോ ചെയ്തില്ലേ അത്. അപ്പോൾ ആ സ്വരം പാടുമ്പം ആ ഒരു ഡൈനാമിക്സ് ഒന്ന് കൊണ്ടുവന്നാൽ കൊള്ളാം. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാമോ? മേലെ മേലേ മാ പാദമാഗരി. ഓ അതങ്ങനെ വരുമ്പോ അങ്ങനെ വരുന്നു അല്ലേ? ഓക്കെ, സംഗതി അതെന്താണ്? ആ ഫസ്റ്റ് ലൈൻ വീണ്ടും പാടിക്കോ. മേലേ വാരത്തെ അല്ലേ? അത് ഒന്നുകൂടി പാടി, നെക്സ്റ്റ് ലൈൻ പാടിക്കോ. എന്ന് വെച്ചാൽ നമ്മൾ സ്വരം മനസ്സിലാക്കണം, പക്ഷെ നമ്മൾ സ്വരം പാടുമ്പം അത് ആ ലിറിക്ക് എങ്ങനെ പാടുന്നു അതനുസരിച്ച് ആ സ്വരം അങ്ങനെ തന്നെ പാടിയാൽ കുറച്ചുകൂടി ഭംഗി തോന്നും. ഒന്ന് ട്രൈ ചെയ്യാമോ? പൂവാലിപ്പയ്യ അതെ, നീരി നീരി മാഗഗ പരിഗ. ഓക്കെ, അത് നെക്സ്റ്റ് ലൈൻ പാടിക്കോ. നക്കി തുടച്ചു മീനുക്കി ഒരു കണ കുട്ടിക്കുറുമ്പുകാരി. നീരി ഗരി നീരി ഗരി ഗമഗ മധ മധനി നിസാനി പപ്പ ഗപ മധ മധ. ഇത് കൊള്ളാം. ആ സ്വരത്തിന്റെ കോൺടൂർ മനസ്സിലാക്കിയാൽ മതി. ബിക്കോസ് നമ്മൾ ഓരോ സ്വരത്തിന്റെ അതിന്റെ ഇന്റേണൽ സ്വരങ്ങൾ എന്താണെന്ന് നമുക്ക് അങ്ങനെ പാടുന്ന വെച്ചാൽ അത് ഫുള്ളി. സോറി അനു, മോളെ അനു പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? അതിന്റെ മൊത്തം അങ്ങോട്ട് വന്നു അത് സ്വരങ്ങൾ മാത്രം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അത് എന്താണെന്നുണ്ട്, പക്ഷെ അത് പാടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആ ടച്ചിൽ അങ്ങ് പോകും അത് കേട്ടോ. അതുകൊണ്ട് മൊത്തം സ്വരമാക്കാൻ മൊത്തം 1,50,000 സ്വരങ്ങൾ കാണും. ഇത് ഈ ചാലഞ്ചിൽ ഇതൊന്നും നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കറക്റ്റ് ആണ്. പക്ഷെ ഇപ്പോ പാടിയ ആ ഗ്ലൈഡ് നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാവും അല്ലേ? അത് മാ എൻഡിൽ തന്നെ വരുന്നു. അപ്പൊ അപ്പോ ആ പാട്ടിന്റെ ആ മെലഡീന്റെ നഷ്ടം അത് നഷ്ടപ്പെടാതെ നമ്മൾ ഈ സ്വരങ്ങൾ എങ്ങനെ പാടാൻ പറ്റുന്നു അത് ഐ തിങ്ക് അതൊന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്യണം. യാ, ബട്ട് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. യു ഹാഡ് ഗുഡ് കൺട്രോൾ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. മക്കളെ ദിയ, മോള് നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. നല്ല സുഖമുണ്ടായിരുന്നു മോള് പാടുന്ന കേൾക്കാൻ. മോക്ക് ഈ സ്വരം ഒരു ടെൻഷൻ ആയിരുന്നല്ലേ ചെറിയ തോതിൽ? കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ വായിച്ച് എടുത്തതാ. എനിക്കത് പറ്റും. അനുപല്ലവി കഴിഞ്ഞിട്ട് പല്ലവി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുഞ്ഞിന്റെ മുഖത്ത്
കുറെ സ്വരങ്ങൾ തെളിഞ്ഞു വന്നു, എന്തൊരു കുറെ ഫേസ് ക്വസ്റ്റ്യൻ റീഡിംഗ് മാർക്ക്. ഗിഫ്റ്റ് അല്ലേ? അതാ അതാണ് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ എൻ്റെ മകളുടെ പേര് തന്നെയാണ് നോക്കും, അപ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് പെട്ടെന്ന് കിട്ടും. കിട്ടും. മോളെ നന്നായിട്ട് പാടിയടാ. ഈ സ്വരവും ഇപ്പം നമ്മളിപ്പോൾ പാടിച്ചില്ല, മനോഹരമായിട്ട് തന്നെ പാടി. അത് ഈ കറക്റ്റ് താള ലയത്തോടെ ആ സ്വരം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കിയാൽ അങ്ങനെ മുഴച്ച് നിൽക്കത്തില്ല. അത്രേ ഉള്ളൂ. നമ്മളൊരു സംഗതി പാടുന്ന പോലല്ലല്ലോ നമ്മൾ സ്വരം പാടുമ്പോൾ, അത്രയും സ്വരങ്ങൾ പാടണ്ടേ. തേരാ എന്ന് പാടണ്ടേ, എന്ന് പാടുന്ന പോലെ അത് എന്ന് പാടണ്ടേ. അപ്പം അത് ഈ നമ്മളൊരു ആകാരം പാടുന്നതിനുള്ളൊരു സുഖം അത്രയും സ്വരങ്ങൾ അങ്ങനകത്ത് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടണ്ടായിപ്പോവും. അതേ ഉള്ളൂ, വേറെ അല്ലാതെ കുഴപ്പമൊന്നുമില്ല. മക്കളെ കൊണ്ട് പറ്റുന്ന ഒത്തി നന്നായിട്ട് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്തോളാം കേട്ടോ മോളെ. സ്വരങ്ങൾ ഏത് പാട്ട് കിട്ടിയാലും നമ്മളൊന്ന് സ്വരപ്പെടുത്തി നോക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു കഴിവ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ക ടെമ്പോയിൽ മോക്ക് പാടാൻ പറ്റും, ആ താള ലയത്തോടെ പാടാൻ പറ്റും. പക്ഷെ മോള് ഒരു എന്താ പറയണ്ടേ, എനിക്ക് ഇഷ്ടമായി മോള് പാടിയത് കേട്ടോ. അത് കുഞ്ഞ് അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക മോളെ കേട്ടോ. നമ്മളങ്ങ് പെർഫെക്റ്റ് ആകുക എല്ലാ കാര്യങ്ങളിലും കേട്ടോ. അപ്പോൾ കുഞ്ഞിന് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നീ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തേ കൈവിട്ട് പോയി ഷാനിക്ക ദിയ എന്തോ സൂപ്പർ ആയിരുന്നു മോളെ. താങ്ക് യു സർ. ഞാൻ ആകെ എഴുതി വെച്ചത് ഇംപ്രൂവ്മെന്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഉഗ്രൻ ഇംപ്രൂവ്മെന്റ് ആണ് ദിയ. താങ്ക് യു സർ. പിന്നെ പാട്ടിന്റെ പോർഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. സ്വരങ്ങളിലേക്ക് വന്നപ്പോഴാണ് ഈ ആ ഒരു ടെമ്പോയുടെ ഒരു സിങ്കപ്പേഷൻ പരിപാടി അത്ര അങ്ങോട്ട് ഇതായില്ല. കാരണം അതെല്ലാം ഒന്നും വെളിയിലായിപ്പോയി കേട്ടോ. ബാക്കി നല്ല രീതിയിൽ തന്നെ മോള് പാടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് ദിയ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ദിയ ഗുഡ് കമന്റ്സ്. ഇനി മാർക്ക് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ ശരത് സർ, എന്തോ മാർക്ക്. മക്കളെ എന്തോ എത്ര വേണം മക്കൾക്ക്? 8. അയ്യോടാ മക്കളെ ചക്കരെ കറക്റ്റ്. ഹലോ കുഞ്ഞ് 8 ആഗ്രഹിച്ചോണ്ട് ഇല്ല. ഞാൻ 9 തരും. താങ്ക് യു സർ. ലൈഫില് ആരെങ്കിലും ചോദിച്ചാ ഒന്ന് കേട്ട് നോക്ക. അവരെന്താ മാക്സിമം ഇല്ല എന്ന് പറയും. അറ്റ്ലീസ്റ്റ് കേക്കാലോ. ഒരു 9.5 അല്ലെങ്കിൽ ഒരു എന്താ കേൾക്കാലോ എന്ന് പറയുന്നത് ചോദിക്കാലോ എന്നാണ് അർത്ഥം കേട്ടോ. നീ നന്നായിട്ട് പാടിയെന്ന് വിശ്വാസം ഉണ്ടോ? ഇല്ല മക്കളെ. പിന്നെ എന്തുകൊണ്ടാണ് 8 എന്ന് പറഞ്ഞത്? അല്ല, സ്വരം കുറച്ചും കൂടെ കുഴപ്പമില്ലല്ലോ, നല്ലോണം പാടിയല്ലോ. 9. ഓക്കെ താങ്ക് യു സർ. ഷാനിക്ക ഞാനൊരു 9.1. ഈ പോയിന്റ് മതി. ഇതിലൊക്കെയാണ് ഇനി പോയിട്ട് മാറാൻ പോണേ. ഓക്കെ സോ 18.1. അടിപൊളി. താങ്ക് യു. ഓക്കെ ഇനി അടുത്ത റൗണ്ട്സ് ഇതുപോലെ അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.